മക്കളെ മക്കളെ എന്തുകൊണ്ട് സന്തോഷമുണ്ടോ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സന്തോഷത്തോടൊന്ന് സ്തുതിച്ചേ. ഇത് ഏത് സെക്ഷനാ? കുണ്ട്ര സെക്ഷൻ അല്ലേ? ഞങ്ങളുടെ പുനലൂർ സെക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഞങ്ങൾ കുന്നിക്കോട് ഹാലലിയ പറയുമ്പോൾ അങ്ങ് എവിടെ കേൾക്കുമെന്ന് അറിയാമോ? അങ്ങ് പുനലൂരിൽ കേൾക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ഈ കുണ്ട്രദേശം മുഴുവനും കേൾക്കത്തക്ക രീതിയിൽ നല്ലൊരു ഹാലലിയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം എനിക്കുമുണ്ട്. പ്രത്യേകാൽ പ്രിയ ഷാലറ്റ് സാറിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉറക്കമൊക്കെ വരുന്ന ഈ സമയത്ത് എത്ര ഭംഗിയായിട്ടാണ് ക്ലാസ് എടുത്തല്ലേ? നല്ലൊരു ക്ലാപ്പ് കൂടെ സാറിന് കൊടുക്കാമോ? നല്ലൊരു ക്ലാപ്പ്. ഓക്കെ, നമ്മൾ ഒരുമിച്ച് അടുത്ത സെക്ഷനിലേക്ക് കടന്നു പോകുമ്പോൾ അങ്കിൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ അങ്കിൾ മാജിക് കാണിക്കുകയുള്ളൂ. ഓക്കെ, റെഡിയാണോ? ഓക്കെ, നോക്കുക. ഇന്ന് രാവിലെ കുളിച്ചിട്ട് വന്ന എത്ര പേരുണ്ട്? എല്ലാവരും കുളിച്ചിട്ട് വന്നല്ലേ? നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് വന്ന എത്ര പേരുണ്ട്? എല്ലാവരും സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് വന്നല്ലേ? എന്നാൽ ഇന്ന് പൗഡർ ഇടാൻ മറന്നുപോയ എത്ര പേരുണ്ട്? ഒത്തിരി പേരുണ്ടല്ലേ? ഒത്തിരി പേര്. എന്നാൽ നമുക്കൊന്ന് പൗഡർ ഇട്ടതിന് ശേഷം മാജിക്കിലേക്ക് കിടക്കാം. റെഡിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും പൗഡർ ഇട്ടിരുന്ന് എടുത്തേ. ഒന്നെടുത്ത് ആ പൗഡർ ഇട്ടൊന്ന് ഓപ്പൺ ചെയ്തേ. ഇടത് കൈയിലേക്ക് കുറച്ച് പൗഡർ ഒന്നിട്ടേ. അതിനുശേഷം ഇടത് കവിളിൽ കണ്ണാടിയിലേക്ക് നോക്കി ഇടത് കവിളിൽ കുറച്ച് പൗഡർ ഒന്നിട്ടേ. അതിനുശേഷം കുറച്ച് വലത് കവിളിലിട്ടേ, കുറച്ച് നെറ്റിയിലിട്ടേ, കുറച്ച് താടിയിലിട്ടേ. ബാക്കി കയ്യിലുള്ള പൗഡറൊക്കെ പെട്ടെന്ന് തട്ടിക്കളഞ്ഞേ. എന്നിട്ട് ആ മുഖത്തുള്ള പൗഡർ നന്നായിട്ടൊന്ന് തേച്ച് മിനുക്കിക്കേ. ആഹാ, നോക്കുമ്പോൾ ഇവിടെ പൗഡർ ഇരിക്കുന്നു. ഇവിടെ തുടച്ച് കളാം. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? വളരെ സുന്ദരി സുന്ദരന്മാരാണ്. നേരത്തെ നിങ്ങൾ സുന്ദരന്മാരായിരുന്നു, സുന്ദരിമാരായിരുന്നു. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്നറിയാമോ? നല്ലൊരു പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളെ പോലെ അല്ലെങ്കിൽ പൂക്കളെ പോലെ പതിവിൽ കവിഞ്ഞ് സുന്ദരി സുന്ദരന്മാരാണ് നിങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് മാജിക്കിലേക്ക് കിടക്കാം അല്ലേ? മാജിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തുമ്മൽ വരുന്നല്ലേ? ആരോ നിന്നെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസം അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചില്ലേ? തുടർന്ന് നമ്മൾ മാജിക്കിനെ കുറിച്ച് 1-2 വാക്കുകൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അപ്പം മാജിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് മാജിക്കിനെ കുറിച്ച് 1-2 വാക്കുകൾ. ഉല്ലാസത്തിനായി അവൻ കണ്ടെത്തിയ ഉപാധിയാണ് കല. ചിത്രകല, ശില്പകല, സംഗീതം, സാഹിത്യം തുടങ്ങി എല്ലാ കലാരൂപങ്ങളും അവൻ്റെ ജീവിതത്തെ ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ മാസ്മരിക ലോകത്തിലേക്ക് അവനെ കൈപിടിച്ച് നടത്തുന്ന ഒരു ഉത്തമ കലാരൂപമാണ് മാജിക്. മാജി എന്ന ഗ്രീക്ക് ധാതുവിൽ നിന്നാണ് മാജിക് എന്ന പദമുണ്ടായത്. ഇതിൻ്റെ അർത്ഥം ജ്ഞാനം അഥവാ അറിവ് എന്നുള്ളതാണ്. അതെ, മാജിക് വിജ്ഞാനത്തിൻ്റെ കലയാണ്. മനുഷ്യൻ്റെ ചിന്താശക്തിക്കും ഇന്ദ്രിയങ്ങളുടെ ബോധജ്ഞാനത്തിനും അപ്പുറം നിൽക്കുന്ന രഹസ്യങ്ങളിലാണ് മാജിക്കിൻ്റെ ജീവൻ നിലനിൽക്കുന്നത്. ഈ രഹസ്യങ്ങൾ എങ്ങനെ, എപ്പോൾ, എവിടെ ചെയ്തുവെന്ന് പ്രേക്ഷകന് മനസ്സിലാകാതെ വരുമ്പോൾ മാജിക് വിജയിക്കുകയായി. പുരാതന കാലത്ത് നിഗൂഢമായ പരിവേഷമുണ്ടായിരുന്ന മാജിക് ഇന്ന് ജനകീയ കലയാണ്. ഈ ജനകീയ കലയിലേക്ക്, മാജിക്കിന്റെ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. JJ മാജിക്കൽ എന്റർടൈനേഴ്സിന്റെ wonderful magic show, Shadow of Truth. Now we are welcomes Brother John Jacob. Come to the stage and lead us to a wonderful magic world, Shadow of Truth.
മക്കളെ, നമ്മൾ കുറച്ച് പ്രോഗ്രാം കണ്ടു കഴിഞ്ഞല്ലേ? ഏത് പ്രോഗ്രാമാണ് ഇഷ്ടപ്പെട്ടത്? കിളി പറക്കുന്നത് അല്ലേ? പിന്നെ എന്നാൽ ബാക്കിലിരിക്കുന്ന ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ട മാജിക്ക് പറയട്ടെ. ആ പൈസ ഒരുപാട് 500 രൂപ പറയുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മാജിക്ക്, ശരിയല്ലേ? ഓക്കെ, നിങ്ങൾ മാജിക് കണ്ട അത്ഭുതത്തിൽ ഇങ്ങനെ കൈയടിക്കാൻ മറന്നു പോയതാണോ? അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ്റെ ഏറ്റവും പരിതാപകരമായിരിക്കുന്ന അവസ്ഥ എന്താണെന്നറിയാമോ? പറഞ്ഞ് കൈയടിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിലും നിങ്ങൾ കൈയടിച്ചല്ലോ, അതിലൊത്തിരി സന്തോഷം. എനിക്കറിയാം, എൻ്റെ മുൻപിലിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മാജിക് ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നാം മറ്റുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ ബോധതലത്തിനും അബോധതലത്തിനും ഇടയിലൊരു അർത്ഥബോധ തലമുണ്ട്. എന്നാൽ മാജിക് എന്ന് പറയുന്ന കലയുടെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബോധതലം തന്നെയാണ് ഉണർന്നിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾക്കെല്ലാവർക്കും മാജിക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ച് ഒരു മാജിക് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഒത്തിരി സന്തോഷം. നോക്കുക, ഈ മാജിക് പഠിക്കുന്നതിന് എങ്കിൽ വളരെ മനോഹരമായിരിക്കുന്നൊരു പേപ്പർ പുറത്തെടുക്കുകയാണ്. ആ പേപ്പർ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? BIBLE, ബൈബിൾ അല്ലേ? ഇന്ന് ബൈബിൾ വായിച്ചവർ എത്ര പേരാണ്? എല്ലാവരും ബൈബിൾ വായിച്ചു. നോക്കൂ, അക്ഷരം പോലും അറിയാത്ത കുഞ്ഞു വരെ ബൈബിൾ വായിച്ചു എന്നാണ് പറയുന്നത്. സാരമില്ല, ഭാവിയിൽ മോള് ബൈബിൾ വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ബൈബിൾ വായിക്കണം. നോക്കുക, ബൈബിൾ എന്ന് എഴുതി ആരംഭിച്ചതെന്നറിയാമോ? BC 1500 സീനായ് മലയിൽ വെച്ച് വലിയ ഒരു ഇടിമുഴക്കത്തോടു കൂടി എഴുതി ആരംഭിച്ചു. AD 100-ാം ആണ്ടിൽ, ശരിക്കും പറഞ്ഞാൽ AD 96-ൽ ഡൊമീഷ്യൻ കൈസരാത്ത് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാനാൽ എഴുതി അവസാനിപ്പിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഞാൻ നിങ്ങളോടൊരു സ്നേഹത്തോടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ബൈബിൾ വായിക്കുന്നതിന് നിങ്ങളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെയും? ഇല്ല അല്ലേ? നമ്മളെ ആരും വഴക്ക് പറയത്തില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, 19 വയസ്സ് മാത്രം പ്രായമുള്ള വില്യം ഹണ്ടർ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ബൈബിൾ വായിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് ഒരു മരക്കുറ്റിയോട് ചേർത്ത് ബന്ധിച്ചിട്ട് തീ കൊളുത്തി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. മക്കളെ, സുന്ദര ഇങ്ങോട്ട് നോക്കണേ കേട്ടോ. അങ്കിൾ പറയുന്നതും കൂടെ ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പോൾ ബൈബിൾ വായിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് എന്ത് ചെയ്തെന്നറിയാമോ? ഇപ്രകാരം മരക്കുറ്റിയോട് ചേർത്ത് വെച്ച് പച്ചയ്ക്ക് കത്തിക്കുവാനായിട്ടിടയെത്തിയിരുന്നു. നോക്കൂ, ഇന്ന് നമ്മളെ ബൈബിൾ വായിച്ചില്ലെങ്കിലാണ് നമ്മുടെ അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നത്? മരക്കുറ്റിയോട് ചേർത്ത് വെച്ച് നല്ല കോല് കൊണ്ടുള്ള നല്ല അടി തരുന്നത്. എന്നാൽ നോക്കൂ, അന്ന് രക്തം മറിയ എന്ന് പറയുന്ന, ബ്ലഡ് മേരി എന്ന് പറയുന്ന ആ ഒരു ദുഷ്ടയായ ഭരണാധികാരിയുടെ ഒരു വിളംബരം, സാധാരണക്കാർ ബൈബിൾ വായിക്കരുത് എന്നുള്ള വിളംബരത്തെ തെറ്റിച്ചുകൊണ്ട് ഈ വില്യം ഹണ്ടർ ബൈബിൾ വായിച്ചു. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. സാക്ഷികൾ ഇപ്രകാരമാണ് പറയുന്നത്. വില്യം ഹണ്ടറുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഇപ്രകാരം
ഈ വിറക് കഷണം ചേർത്ത് വെച്ച് കെട്ടുമ്പോൾ വില്യം ഹണ്ടറുടെ ഒരു കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. എന്നിട്ട് തൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മേ, വില്യം ഹണ്ടർ ഭയക്കുന്നില്ല, മരണത്തെ പോലും ഭയക്കുന്നില്ല. കാരണം എന്താ? വില്യം ഹണ്ടർ മരണത്തെക്കാളും അധികം ഏറ്റവും സ്നേഹിച്ചെന്തിനാ? വിശുദ്ധ വേദപുസ്തകത്തെ. മക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ബൈബിളുണ്ട്? എല്ലാവർക്കും ബൈബിളുണ്ട് അല്ലേ? എന്നാൽ ഈ ബൈബിൾ നല്ല വെളുത്ത പേപ്പറിൽ നല്ല കറുത്ത വടിവൊത്ത അക്ഷരത്തിൽ അച്ചടിച്ച് നമ്മുടെ കൈവശമുണ്ട്. എന്നാൽ ഒരു കാര്യം അങ്കിൾ നിങ്ങളോട് പറയാം, ഈ ബൈബിളിൻ്റെ യാത്ര, അതായത് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന രീതിയിൽ ഈ ബൈബിൾ നമ്മുടെ കൈവശം കിട്ടിയതിന് പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഒരുപാട് ആക്രമണങ്ങൾ ഈ ബൈബിൾ നേരിട്ടുകൊണ്ടാണ് അതിൻ്റെ യാത്ര തുടങ്ങിയത്. നിങ്ങൾക്കറിയാമോ, ഒരു കൂട്ടർ ബൈബിളിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? ബൈബിൾ ഒരിക്കലും ദൈവവചനമല്ല, ഇത് സമാധാനകാംക്ഷയെ ആരുടെയോ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ വെറും സങ്കല്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബൈബിളിനെ ആക്രമിച്ചു. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ബൈബിൾ വേദപുസ്തകമല്ല, കാരണം ശാസ്ത്രീയമായി ഒത്തിരി അബദ്ധങ്ങൾ ബൈബിളിലുണ്ട്, അതുകൊണ്ട് ബൈബിൾ ദൈവവചനമല്ല. മൂന്നാമത്തെ കൂട്ടർ പറഞ്ഞു, ബൈബിളിൽ യുക്തിപരമായിട്ട് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നാലാമത്തെ കൂട്ടർ പറഞ്ഞു, ഇത് ചരിത്രവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒന്നാണ്, അതുകൊണ്ടൊരിക്കലും ബൈബിൾ ദൈവവചനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബൈബിളിനെ ആക്രമിച്ചു. നോക്കൂ, ഇത് ചരിത്രപരമായി തെറ്റാണെന്ന് പറയുമ്പോൾ, ഇത് ശാസ്ത്രീയമായി അംഗീകരിക്കുവാൻ കഴിയാത്തതാണെന്ന് പറയുമ്പോൾ, മാത്രമല്ല ഇത് ഒത്തിരി തിരുത്തലുകൾക്ക് വിധേയമായി എന്ന് പറയുമ്പോഴും, നോക്കൂ, ഈ 21-ാം നൂറ്റാണ്ട് വരെയും ആദ്യ നൂറ്റാണ്ട് മുതൽ ഈ വേദപുസ്തകം വിശക്കുന്നവന് അപ്പമായി, ദാഹിക്കുന്നവന് ജീവൻ്റെ ഉറവയായി, കണ്ണുനീർ കൈത്തലാണ്ടവന് കണ്ണുനീരൊപ്പുന്ന ഒരു കർച്ചീഫ് പോലെ വേദപുസ്തകം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു കാര്യം സത്യമാണ്, വേദപുസ്തകത്തിന് ബന്ധനമില്ല എന്നുള്ള വസ്തുത. നോക്കൂ, ഈ വേദപുസ്തകത്തെ അർത്ഥസത്യമോ അസത്യ പ്രസ്താവനകൾ കൊണ്ടോ വേദപുസ്തകത്തെ ആരെങ്കിലും വാക്കുകൾ കൊണ്ട് ആക്രമിച്ചാൽ ഒന്നുകിൽ വേദപുസ്തകത്തിൻ്റെ വക്താവായി തീരും, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്ന ശിക്ഷയ്ക്ക് അവർ പാത്രീഭൂതരാകും. മക്കളെ, ഈ മനോഹരമായിരിക്കുന്ന മാജിക് അങ്കിൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോവോ? മാജിക് പഠിക്കുന്നത് സന്തോഷമുണ്ടോ? ശ്രദ്ധിക്കുക, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ അല്ലേ കഴിച്ചത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്കിളിന് ഇങ്ങനെ ദാഹം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നോക്കൂ, അങ്കിളുടെ കയ്യിൽ ശരിക്കും അങ്കിൾ നിങ്ങളെ കബളിപ്പിക്കുക ചെയ്ത്. എങ്ങനെയാണ് കബളിപ്പിച്ചതെന്നറിയാമോ? ഒരു പേപ്പറിന് പകരം അങ്കിളുടെ കയ്യിൽ എത്ര പേപ്പർ ഉണ്ടായിരുന്നു? 2 പേപ്പർ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് അങ്കിൾ മടക്കി, ഏകദേശം 8 പീസായിട്ട്, 16 പീസായിട്ട് മടക്കി അങ്കിളുടെ കയ്യിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചു. ഇങ്ങനെ അങ്കിളുടെ ഇടത് കയ്യിൽ ബൈബിൾ എന്നെഴുതിയ മറ്റൊരു പേപ്പർ ഒളിപ്പിച്ച് വെച്ചാണ് അങ്കിൾ വേദിയിൽ നിന്നത്. അതിനുശേഷം അങ്കിൾ നിന്ന പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇങ്ങനെയാണോ നിന്നത്? ഇങ്ങനെ നിന്ന് എന്താ സംഭവിക്കുക? പിന്നെ നമ്മൾ മാജിക് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ? എല്ലാവരും നമ്മുടെ സീക്രട്ട് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഇടതുകൈയുള്ള പേപ്പർ കാണാതെ ഇങ്ങനെ ഒന്ന് മാസ്ക് ചെയ്ത് വേണം വേദിയിൽ നിൽക്കാൻ. അതിനുശേഷം നാം വേദപുസ്തകത്തെക്കുറിച്ചുള്ള ഇങ്ങനെ മെസ്സേജ് പറയുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. വില്യം ഹണ്ടറിനെ കുറിച്ച് പറയാം, വില്യം ട്വിൻഡെയിലിനെ കുറിച്ച് പറയാം, ആദ്യമായിട്ട് ബൈബിൾ പരിഭാഷപ്പെടുത്തി ജോൺ വിക്ലിഫിനെ കുറിച്ച് പറയാം. ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം ഇങ്ങനെ ഓരോ ഭാഗവും കീറുകയാണ്. ഓരോ ഭാഗം കീറുമ്പോഴും മക്കളെ ഒത്തിരി ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഇടത് കയ്യിലൊരു പേപ്പറുണ്ട്. ഇത് ഓഡിയൻസ് കാണരുത്. നോക്കൂ, ഓരോ ഭാഗം ശ്രദ്ധിച്ച് ഏറ്റവും ഒടുവിൽ 4ാമത്തെ ഭാഗവും നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ഈ 4 ഭാഗവും ചേർത്ത് വെക്കുന്നു. ഇനിയാണ് മാജിക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇതിൻ്റെ വശങ്ങളെല്ലാം നാം ഒന്ന് ഫോൾഡ് ചെയ്യുകയാണ്. എല്ലാ എഡ്ജും ഇങ്ങനെ മടക്കുമ്പോഴും നമ്മുടെ ചലനം എങ്ങനെയായിരിക്കണമെന്നറിയാമോ? സ്വാഭാവികമായിരിക്കണം. അപ്പോൾ തന്നെ ഒരു കാരണവശാലും നമ്മുടെ ഇടത് കൈയുള്ള പേപ്പർ ഓഡിയൻസ് കാണാൻ പാടില്ല. നോക്കൂ, ഇപ്പോഴെങ്കിലും വലത് കൈയിൽ ഏത് പേപ്പറാണ്? കീറി നമ്മൾ മടക്കിയ പേപ്പർ. ഈ പേപ്പർ എന്ത് ചെയ്യണം? പതുക്കെ നമ്മൾ ഇടത് കൈയിലേക്ക് വെക്കുന്നു. അപ്പോൾ തന്നെ അവിടെ നാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കീറാത്ത പേപ്പർ അവർ ആരും അറിയാതെ, നോക്കൂ, 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഓപ്പൺ ചെയ്ത് ഓഡിയൻസിനെ കാണിച്ച് നല്ലൊരു മാജിക് ചെയ്ത പ്രതീതിയോടെ കയ്യടി നേടുന്നു. നോക്കൂ, മാജിക് ഇഷ്ടപ്പെട്ടോ? എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു? ഇനി ഞങ്ങൾ ചോദിക്കുന്നു, എത്ര പേര് ഇതൊന്ന് ട്രൈ ചെയ്യും വീട്ടിൽ ചേർന്നിട്ട്? ഓക്കെ, നിങ്ങൾ CAയിലും അതുപോലെ സൺഡേ സ്കൂളിലെ വാർഷികത്തിനൊക്കെ ഇത് അവതരിപ്പിക്കണം കേട്ടോ. അപ്പോൾ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ആദ്യം മുതലേ അങ്കിൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ ഇടതുകൈയുള്ള പേപ്പർ ഓഡിയൻസ് കാണും, ഒരു കാരണവശാലും കാണാൻ പാടില്ല. നമുക്ക് നല്ല കയ്യടിയൊക്കെ കിട്ടി. നാം ഇങ്ങനെ വളരെ ഗമയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇടതുകൈയുള്ള പേപ്പർ ഓഡിയൻസ് കണ്ടിട്ട് ആരെങ്കിലും പറയാം ഇടതുകൈ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോഴും നമ്മുടെ മാജിക്ക് പൊളിയും. അപ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. മാജിക്ക് കഴിഞ്ഞാലും കയ്യടി കിട്ടിയാലും ഇടതുകൈയുള്ള പേപ്പർ ഓഡിയൻസ് കാണാൻ പാടില്ല. ഇൻ
കേസ് ഏതെങ്കിലും കാരണവശാൽ ഈ പേപ്പർ ഓഡിയൻസ് കണ്ട എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിൻ്റെ ഒരു പേപ്പർ പോലും താഴെ വീഴാതെ ഇങ്ങനെ പതുക്കെ എടുത്ത് 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേപ്പർ ഓപ്പൺ ചെയ്യണം. ഈ പേപ്പറും ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിത്തീരും? ഈ പേപ്പറും ജോയിൻ്റ് ആവും. ഈ രണ്ടാമത്തെ മാജിക്കിൻ്റെ സീക്രട്ടും പഠിക്കണം. പക്ഷേ ഇപ്പോഴല്ല, പഠിപ്പിക്കുമെങ്കിൽ കേട്ടോ. അടുത്ത പ്രാവശ്യം 2026 ക്ഷണിക്കത്തില്ലേ? ക്ഷണിക്കുമോ? നിങ്ങളുടെ CS സൺഡേ സ്കൂൾ ക്യാമ്പിന് അങ്കിളിനെ വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ മാജിക്കിൻ്റെ രഹസ്യം അങ്കിൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മാജിക്കിന് വേണ്ടി എനിക്കൊരു കൊച്ചു കൂട്ടുകാരൻ്റെ സഹായം ആവശ്യമാണ്. ആരാണ് ഒരാൾ? അങ്കിൾ വിളിക്കാം. ഓക്കെ, ആ ബാക്കിലിരിക്കുന്ന മോൻ, മോൻ തന്നെ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കണേ. സാധാരണഗതിയിൽ മാജിക് സ്റ്റേജിലൊക്കെ അല്ല. ആ മോൻ മോനെ വിളിക്കാം കേട്ടോ. ആ തിരിഞ്ഞു നോക്കുന്ന ആൾ, അത് തന്നെ ഫ്രണ്ടിൽ. അതെ, കമോൺ. സാധാരണഗതിയിൽ മാജിക് സ്റ്റേജിലേക്ക് കുട്ടികൾ വരാൻ സന്തോഷമാണ്. പക്ഷേ ചിലർക്ക് അല്പം ഭയമുണ്ട്. അങ്ങനെ ഭയമുള്ള ഒരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു മോൻ. മോൻ്റെ പേരെന്താണ്? ജെയിംസിന് പ്രഷറോ ഷുഗറോ അങ്ങനെയുള്ളതൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അപ്പം പേടിയൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 10th-ലാകുമ്പോൾ പിന്നെ പേടിയുടെ ആവശ്യമേ ഇല്ല അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന മാജിക് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിരിക്കുന്ന ലിയാങ്സു എന്ന് പറയുന്ന ലോകപ്രശസ്തനായ മജീഷ്യൻ ചെയ്ത വളരെ അപകടം പിടിച്ചൊരു മാജിക്കാണ്. ഇതെന്താണെന്നറിയാമോ? ഈ ബലമുള്ള 2 കയർ, മോനെ ഇതിന് ബലമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ബലമുള്ള കയർ കഴുത്തിൽ ഒന്ന് പിടിച്ചു വലിച്ചോ. ഓക്കെ, ഈ ബലമുള്ള കയർ ഒന്ന് കഴുത്തിൽ കുരുക്കിയതിന് ശേഷം, 1 അല്ല 2 കയർ ഒന്നിച്ച് കഴുത്തിൽ കുരുക്കിയതിന് ശേഷം ആ ഒരു നോക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന വളരെ മനോഹരമായ ഒരു മാജിക്കാണ്. ഈ മാജിക്ക് ഇഷ്ടമാണോ? കുഴപ്പമില്ല അല്ലേ? ഈ മാജിക്കിൻ്റെ ഒരു ചരിത്രമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്നറിയാമോ? ലോകപ്രശസ്തനായ മജീഷ്യൻ ലിയാങ്സുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാജിക്കാണ്. ഒരിക്കൽ അദ്ദേഹം ഈ പ്രോഗ്രാം ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? നോക്കൂ, ലിയാങ്സു സ്ഥിരമായി ചെയ്യുന്ന പ്രോഗ്രാമാണ്. പക്ഷേ ഒരൊറ്റ നിമിഷം ഒരു ചെറിയ അശ്രദ്ധ കാരണം എന്ത് സംഭവിച്ചെന്നറിയാമോ? ലിയാങ്സു എന്ന് പറയുന്ന പ്രശസ്തനായ മജീഷ്യന് ഒരു കൈപ്പിഴ സംഭവിച്ചു. അദ്ദേഹം വേദിയിൽ വീണ് പിടയുവാനായിട്ടിടയായിത്തീർന്നു. കണ്ടിരുന്ന ഓഡിയൻസും കൂടെ വർക്ക് ചെയ്ത സഹപ്രവർത്തകരും ഒരുപോലെ ചിന്തിച്ചു, ലിയാങ്സു എന്ന് പറയുന്ന പ്രശസ്തനായിരിക്കുന്ന പ്രഗത്ഭനായിരിക്കുന്ന മജീഷ്യൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവതരണ ശൈലിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും കരങ്ങളടിച്ചു. പക്ഷേ അവരാരും അറിഞ്ഞില്ല, ലിയാങ്സു എന്ന് പറയുന്ന മജീഷ്യൻ ഈ ലോകത്ത് നിന്ന് മാജിക് ഇല്ലാത്ത മറ്റൊരു ലോകത്തിലേക്ക് പറന്നു കഴിഞ്ഞു എന്നുള്ള വസ്തുത. ഈ ഒരു മാജിക്കാണ് ഞാനും, എന്താ മോൻ്റെ പേര്? ജെയിംസ്. അങ്കിളിന് ഒത്തിരി മറവിയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അങ്കിൾ 10-28 വയസ്സുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി മറവിയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അങ്കിളിൻ്റെ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അങ്കിൾ പറയുന്ന കാര്യങ്ങളൊന്ന് ഏറ്റു പറയണം. റെഡിയാണോ? ജെയിംസ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ സ്വന്തം മനസ്സോടെയാണ് ഈ മാജിക്കിനായിട്ട് കടന്നു വന്നത്. എൻ്റെ സ്വന്തം മനസ്സായിട്ടാണ് ഈ മാജിക്കിന് കടന്നു. ജീവൻ പോലും പോയേക്കാവുന്ന, പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു, ജീവൻ പോലും പോയേക്കാവുന്ന. പേടി വരുന്നുണ്ടോ? ചിലർക്ക് പേടി വരുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറും, കണ്ണ് നിറയും. പക്ഷേ ജെയിംസിനെ സംബന്ധിച്ച് എന്താണെന്നറിയാമോ? ഒരു സ്റ്റെപ്പിൻ്റെയും ആവശ്യമില്ലാതെ ഏകദേശം ഒരടി അകലെ നിന്നും പടപടാ എന്നുള്ള ജെയിംസിൻ്റെ ഹാർട്ട് ബീറ്റ് അങ്കിളിനെ കേൾക്കാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം. ജെയിംസെ, തെറ്റണ്ട. ജീവൻ പോലും പോയേക്കാവുന്ന ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മാജിക് അങ്കിൾ ഉത്തരവാദിയല്ല എന്ന് ഞാൻ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, സമ്മതിച്ചേ? ഓക്കെ മക്കളെ, എനിക്ക് നല്ല ധൈര്യമുണ്ട് ഈ മാജിക്കിൽ നമ്മൾ വിജയിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ മക്കളെ? ഏകദേശം 16 സ്ഥലത്ത് അങ്കിൾ ഈ പ്രോഗ്രാം ചെയ്തു. 2 സ്ഥലത്ത് മാത്രമേ അപകടമുണ്ടായിട്ടുള്ളൂ. ബാക്കി 14 സ്ഥലത്തും ഇതെങ്ങനെയായിരുന്നറിയാമോ? പരിപൂർണ വിജയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ മാജിക് ചെയ്യാനായിട്ട് പോവുകയാണ്. മക്കളെ, ചെയ്യണോ? ജെയിംസ് അങ്കിളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ആ മുഖം ഒന്ന് നോക്കി. ജെയിംസ്, അത് തന്നെ, ജെയിംസ് അച്ചാച്ചൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പാവമല്ലേ? ചെയ്യണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ പ്രോഗ്രാം ചെയ്യാം. ജെയിംസേ, രക്ഷപ്പെട്ടല്ലേ? ഓക്കെ, ജെയിംസിനെ ഞാൻ വേദിയിലേക്ക് വിളിച്ചത് വെറുതെയല്ല. വളരെ മനോഹരമായിരിക്കും മാജിക്. തീർച്ചയായിട്ടും ജെയിംസും ഞാനും ഒരുമിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി നോക്കൂ, ജെയിംസ് കുറച്ചുകൂടെ അടുത്ത് വന്നോ. അങ്കിളുടെ കയ്യിലൊരു ചെറിയ 2 പേപ്പർ ഗ്ലാസ് ഉണ്ട്, ഒരു ചെറിയ ബോട്ടിൽ വെള്ളമുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം ഒരു കുറച്ച് വെള്ളം അങ്കിൾ ഈ 1ാമത്തെ ബോട്ടിലേക്ക് ഒഴിക്കും. അതിനുശേഷം ജെയിംസിൻ്റെ കയ്യിൽ തരും. ജെയിംസ് ഇതെങ്ങനെ പിടിക്കേണ്ടതെന്ന് അറിയാമോ? തലയ്ക്ക് മുകളിൽ, ഒരിക്കലും തലയ്ക്ക് താഴെ കൊണ്ടുവരില്ല. തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പിടിച്ചോ, ധൈര്യമായിട്ട് പിടിച്ചോ. ഓക്കെ, അതിനുശേഷം നോക്കൂ, അങ്കിളുടെ കയ്യിലും ഒരു ചെറിയ ഗ്ലാസ്
കുറച്ച് വെള്ളം അങ്കിൾ ഒഴിക്കുന്നു. അപ്പോൾ നോക്കുക, ഈ 2 ഗ്ലാസ്സിൽ വെള്ളമുണ്ടല്ലേ. ഏത് കാര്യം പഠിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ശരിയല്ലേ? ഒന്ന് ഓഡിയൻസിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ, നന്നായിട്ട് കണ്ണടച്ചോ, നന്നായിട്ട് പ്രാർത്ഥിച്ചോ. അങ്ങനെയാണെങ്കിൽ കണ്ണ് തുറന്നു. ഓക്കെ ജെയിംസ്, അപ്പോൾ ജെയിംസിൻ്റെ ഗ്ലാസ്സിലും വെള്ളമുണ്ട്, അങ്കിളുടെ ഗ്ലാസ്സിലും വെള്ളമുണ്ട്, ശരിയല്ലേ? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഈ ഓഡിയൻസ് ആദ്യം 1 2 3 എന്ന് പറയുമ്പോൾ അങ്കിൾ ഈ ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തും. ഓക്കെ, അതിനുശേഷം അവർ വീണ്ടും 1 2 3 എന്ന് പറയുമ്പോൾ ജെയിംസ് കമഴ്ത്തണം. അങ്കിൾ ഒന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. മക്കൾ ഇന്ന് പറയാമോ? ഓക്കെ, റെഡി, 1 2 and 3. നോക്കൂ, എന്താ മാജിക്? ജെയിംസ് മാജിക് കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിറച്ച വെള്ളമുണ്ടായിരുന്നു, പക്ഷേ വെള്ളം ഇപ്പോൾ ഓൾറെഡി എന്ത് സംഭവിച്ചു? അപ്രത്യക്ഷമാക്കി. ഇനി ജെയിംസിൻ്റെ ഊഴമാണ്. മക്കളെ ഒന്ന് പറയാമോ? ഓക്കെ, റെഡി, 1 2 and നല്ലൊരു ക്ലാപ്പ് കൊടുക്കണേ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കണേ. ഓൾറെഡി ഇപ്പോൾ എന്താ സംഭവിച്ചത്? ജെയിംസ് മജീഷ്യൻ ജെയിംസ് ആയിട്ട് മാറി. ഓക്കെ ജെയിംസ്, ഒത്തിരി 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 സന്തോഷമുണ്ട് അങ്കിളിനെ സഹായിച്ചതിന്. ജെയിംസ് പോകാൻ ധൃതിയുണ്ടോ? പോകാൻ ധൃതിയുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മറ്റൊരു മാച്ച് കൂടി ചെയ്താലോ? ഓക്കെ, റെഡിയാണ്. ജെയിംസ് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം അല്ലേ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. ഓക്കെ, അതിലുപരി ജെയിംസ് നല്ലൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ കൈകൾ അത്രത്തോളം ശക്തമാണ്, നല്ല ശക്തമായിട്ടിരിക്കുന്ന കൈയാണ്. നോക്കൂ, അങ്കിളുടെ ചെറിയ കൈ ജെയിംസിൻ്റെ വലിയ കൈക്കുള്ളിൽ കിടന്ന് ഇപ്രകാരം ഒന്ന് ഞെരിഞ്ഞ മഴുവാനായിട്ട് ഇടയാത്തിയത്. ജെയിംസേ, ഇതൊരു സാധാരണ പേപ്പർ അല്ലേ? ഇതൊന്ന് കീറിക്കുക മോനെ, നല്ല ഈസി ആയിട്ടൊന്ന് കീറിക്കുക, നന്നായിട്ടത് കീറുകയെ. ഓക്കെ, നന്നായിട്ട് കീറി. ഓക്കെ, കീറിയതിന് ശേഷം ഒരു ഭാഗം അങ്കിളെടുത്തു, ശ്രദ്ധിക്കണം, ഒരു ഭാഗം അങ്കിളെടുത്തു, ഒരു ഭാഗം ജെയിംസിൻ്റെ കയ്യിലുണ്ട് അല്ലേ? ഇത് കീറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിയോ? ഇല്ല ഇല്ല അല്ലേ? ഈസി ആയിട്ട് കീറി. ഇനി അങ്കിൾ പറയുന്നു, ഇനി ആ പേപ്പർ കീറാൻ ജെയിംസിന് പറ്റത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് അങ്കിൾ പറയാൻ പോകുന്നത്. അങ്കിൾ പറയുന്നു, ഇനി ഈ പേപ്പർ ജെയിംസ് കീറില്ല, കാരണം ജെയിംസിൻ്റെ കൈക്ക് അത് പറ്റത്തില്ല. ഒന്ന് ശ്രമിച്ച് നോക്കിയേ, നല്ല ശക്തിയോടെ പോരാ, നല്ല ശക്തി എടുത്തത് കീറുകയെ. ഓക്കെ, നല്ല ബലമുള്ള കൈവിരലിലേക്ക് കൊണ്ടുപോവാ. ഇനി ഒന്ന് കീറാൻ നോക്കിയേ, പറ്റില്ല മോനെ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവിടെ സംഭവിച്ച ഒരു കാര്യം അങ്കിൾ പറഞ്ഞു തരാം. വാക്കുകൾക്ക് ശക്തിയുണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? പുറംകാല് കൊണ്ട് തട്ടിക്കളയണം. കാരണം നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ ബിൽഡപ്പ് ചെയ്യുന്ന വാക്കുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ചെവി കൊടുക്കാവൂ. ഞാനിങ്ങനെ പണ്ട് കാലത്ത് കവിതയൊക്കെ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനൊരു കവിത എഴുതി, എൻ്റെ കൂട്ടുകാരനും ഒരു കവിത എഴുതി. ഒരു പ്രസിദ്ധീകരണത്തിൽ കൊടുത്തപ്പോൾ എൻ്റെ കവിത നോക്കിയിട്ട് അവൻ പറഞ്ഞു, ജോണേ ഇത് കൊള്ളത്തില്ല, ഇത് പ്രസിദ്ധീകരിക്കാൻ കൊള്ളത്തില്ല. നോക്കൂ, ഞാൻ പറഞ്ഞു സാരമില്ലെങ്കിലും ഞാനൊന്ന് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൊടുത്തു. കവിത ഈ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ കവിത വന്നു, രാജേഷ് എന്ന് പറയുന്ന ആ സഹോദരൻ്റെ കവിത വന്നില്ല. ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഞാനത് കൊടുക്കാതിരുന്നെങ്കിലോ വരില്ലായിരുന്നു അല്ലേ? അപ്പോൾ അങ്കിൾ പറയുന്നത്, ഇവിടെ ജെയിംസിൻ്റെ കൈയുടെ ശക്തി ഒന്നും പോയിട്ടില്ല. മണി പേപ്പർ ഒന്ന് പിടിച്ച് ഒന്ന് കീറിക്കേ. നോക്കൂ, ഈസി ആയിട്ട് കീറിയതല്ലേ? നേരത്തെ കീറിയ അതേ പേപ്പറിൻ്റെ ഒരു ഭാഗം കൊടുത്തപ്പോൾ കീറാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജെയിംസിന് കീറാനായിട്ട് സാധിച്ചു അല്ലേ? ഓക്കെ, ഒത്തിരി സന്തോഷം. നല്ലൊരു ക്ലാപ്പ് കൂടി ജെയിംസിന് കൊടുക്കുക, നല്ലൊരു ക്ലാപ്പ്. ഓക്കെ ജെയിംസ്, നമുക്ക് മക്കളെ സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് അങ്കിൾ ഇങ്ങനെ ഓടി പോകുന്നത്. സാധാരണഗതിയിൽ നല്ല നല്ല മെസ്സേജുകളോട് കൂടിയാണ് അങ്കിൾ ഈ പ്രോഗ്രാം നടത്താറ്. പക്ഷേ ഇന്ന് അങ്കിൾ നിസ്സഹായനാണെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, വളരെ പെട്ടെന്ന്. ഇവിടെ സാറ് പറഞ്ഞു, ഷാർലറ്റ് സാറ് പറഞ്ഞൊരു കാര്യം അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്ത് പറയാൻ പ്രാപ്തരാകണം? സേ നോ ഇല്ലേ? എന്തോ പറയണം? നോ പറയാനുള്ളൊരു ആർജവത്വം ഉണ്ടാകണം. മക്കളെ, ഞാൻ ഈ കുട്ടികളുടെ ഇടയിൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ കോളേജ് ക്യാമ്പസിൽ നിന്ന് ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായി എന്നറിയാമോ? ഒത്തിരി തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് പലരും ലഹരിയിലേക്ക് കടന്നു വരുന്നത്. അത് മാത്രമല്ല മക്കളെ, ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയാമോ? തങ്ങളുടെ കൂട്ടുകാരുടെ നിർബന്ധം. നോക്കൂ, നോ പറയാനുള്ളൊരു ആർജവത്വം നമ്മൾ നേടിയെടുക്കണം. പ്രത്യേക സാറ് പറഞ്ഞ 3 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങൾ ആരാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ആരാണ്? ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളാണ് അല്ലേ? ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. രണ്ടാമത് നോ പറയാനുള്ള ആർജവത്വം നിങ്ങൾ നേടിയെടുക്കണം. അങ്കിൾ ഇനി നിങ്ങളോടൊരു കാര്യം പറയുകയാണ് മക്കളെ. നിങ്ങളെ പഠിപ്പിക്കാൻ പോവുക. അങ്കിളുടെ കയ്യിലുള്ള പേസ്റ്റിൻ്റെ ക്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നോക്കൂ, ഈ പേസ്റ്റിൻ്റെ ക്യാപ്പ് അങ്കിൾ വലത് കയ്യിൽ നിന്ന് ഇടത് കയ്യിലേക്ക് വെക്കുന്നു. ജസ്റ്റ് ഒരു ആക്ഷൻ കൊടുക്കുന്നു. നോക്കുക, 1 2 3 എന്ന് പറയുമ്പോൾ പേസ്റ്റിൻ്റെ ക്യാപ്പ് അപ്രത്യക്ഷമായി. എങ്ങനെ അപ്രത്യക്ഷമായി? എവിടെ പോയി? നോക്കൂ, അങ്കിളുടെ ഈ കൈ ഓപ്പൺ ചെയ്ത് കാണിച്ചു, ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു. എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ പേസ്റ്റിൻ്റെ ക്യാപ്പ് അങ്കിളുടെ
കൈയുടെ ബാക്ക് സൈഡിലേക്ക് വന്നു. എങ്ങനെ വന്നെന്നറിയാമോ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് അങ്കിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു, ആക്ഷൻ കൊടുക്കുന്നു. നോക്കൂ, അവിടെ പേസ്റ്റിൻ്റെ ക്യാപ്പില്ല. എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമോ? ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്കിൾ ഈ കൈ ഒന്ന് തിരിക്കണം. നോക്കൂ, പേസ്റ്റിൻ്റെ ക്യാപ്പ് എവിടെയാണ് മക്കളെ? അങ്കിളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ പേസ്റ്റിൻ്റെ ക്യാപ്പ് അപ്രത്യക്ഷമാകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്കിൾ വലത് കയ്യിൽ നിന്ന് ഇടത് കയ്യിലേക്ക് വെക്കുന്നതായിട്ട് ആക്ഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ വെക്കുന്നുണ്ടോ? വെക്കുന്നത് എവിടെയാണ്? അങ്കിൾ വലത് കയ്യിൽ തന്നെയാണ്. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ മാജിക് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അങ്കിൾ പറയാൻ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: നമുക്കൊരു ചെറിയ പേസ്റ്റിൻ്റെ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മാജിക് ചെയ്യാൻ സാധിക്കും. കാരണം കൊച്ചു കൊച്ചു പേസ്റ്റിൻ്റെ ക്യാപ്പ് കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കാരണവശാലും ഒതുങ്ങിയിരിക്കാൻ കഴിയാത്ത വളരെ മനോഹരമായിട്ട് ഉപകരണമായിട്ടാണ് അടുത്തതായി ഞാൻ മാജിക് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങളുടെ കൺമുമ്പിൽ ഞാനൊരു ഡൈ പരിചയപ്പെടുത്താം. ഈ ഒരു ഡൈ കൊണ്ടുള്ള മനോഹരമായ മാജിക്. ഒരു ഡൈക്ക് എത്ര വശങ്ങളുണ്ട് മക്കളെ? 4 വശങ്ങളാണോ? 6 വശങ്ങളുണ്ട്. നോക്കുക, ഈ 6 വശങ്ങൾ എന്താണെന്നറിയാമോ? 6 മനോഹരമായിരിക്കുന്ന ചിത്രങ്ങളാണ്. ഈ 6 ചിത്രങ്ങൾ അങ്കിൾ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം അങ്കിൾ പെട്ടെന്ന് മാജിക്കിലേക്ക് കടക്കാം. നോക്കൂ, ഒന്നാമത്തെ ചിത്രം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചിത്രമാണ്. എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോയാണ്. ഈ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആരുമില്ലാതിരിക്കുന്ന സമയത്ത്, രാത്രി കാലങ്ങളിൽ ആരുമില്ലാതെ ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്തൊക്കെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഏകാന്തത അനുഭവിച്ചിരിക്കുമ്പോൾ, നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യക്തിയെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഓടി അങ്ങോട്ട് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും? കവിളിലൊരു ഉമ്മ കൊടുക്കും. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ആരാണെന്ന്? നോക്കൂ, ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്കിൾ അതിൻ്റെ വലിയ പ്രിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്നൊന്ന് കാണിക്കാം, ശ്രദ്ധിക്കുക മക്കളെ. ഇതാണ് നിങ്ങൾ രാത്രിയിൽ ഓടിച്ചെന്ന് ഉമ്മ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫേസ്. ഇതാരാണ്? ട്രാക്കുളിയ അല്ലേ? എല്ലാവരും ഇരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണോ? ഒരിക്കലുമില്ല. നോക്കൂ, ഇത് ആരാണെന്നറിയാമോ? ഏത് ട്രാക്കുളയാണെന്നറിയാമോ? വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു വിശ്വസാഹിത്യകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലയോ മദ്യത്തിൻ്റെ മാരകശക്തി, നിന്നെ ഞങ്ങൾ പിശാജ് എന്ന് വിളിക്കട്ടെ. ആ ഒരു പിശാജാണ് ഈ ഒരു ട്രാക്കുളയുടെ. പിശാജിൻ്റെ അല്ലെങ്കിൽ ട്രാക്കുളയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതാണ് പിശാജിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നോക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പിശാജ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ പിശാജ് ചെയ്യുന്നത്, നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ഈ ആരോഗ്യം ഇത് നശിപ്പിച്ച് കളയും. എന്ത് നശിപ്പിക്കും? ലഹരി എന്നുള്ള വസ്തു മൂലം നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്. മദ്യവും മയക്കുമരുന്നൊക്കെ ആദ്യം തൊടുന്ന എവിടെയാണെന്നറിയാമോ? നമ്മുടെ നാവിലാണ്. നാവിനെ നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നാക്കുകൊണ്ടുവന്ന് ശക്തിയായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാവിൻ്റെ ഉള്ളിൽ ഒത്തിരി അരിമണികൾ പോലെയുള്ള കുമിളകൾ കാണാം. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? രുചിമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ്. നോക്കൂ, ടേസ്റ്റ് ബഡ്സിൻ്റെ സഹായത്താലാണ് നമ്മൾ ആയിരക്കണക്കിന് രുചിഭേദങ്ങൾ അറിയുന്നത്. എന്നാൽ മക്കളെ, ഈ ലഹരി ചെല്ലുമ്പോൾ, മദ്യം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? 5 or 6 വർഷത്തെ ഉപയോഗം മാത്രം മതി ടേസ്റ്റ് ബഡ്സിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെടും. നിങ്ങൾ കേട്ടിട്ട് ചില മദ്യപാന്മാരുടെ കുടുംബത്തിൽ എടി ഇറച്ചി മീനും കാശി ഇലവാക്കി കൊണ്ടുവന്ന വായിക്ക് രുചിയാക്കി വ്യക്തി ഒന്നുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ തല്ലുന്ന ഭർത്താക്കന്മാർ. സംഭവം എവിടെ പിഴച്ചതെന്നറിയാമോ? ഇറച്ചിയുടെ മീനിൻ്റെ കുഴപ്പമല്ല, ഉപയോഗിച്ച മസാലയുടെ കുഴപ്പമല്ല, പിന്നെയോ എന്താ സംഭവിച്ചത്? ടേസ്റ്റ് ബഡ്സിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള ശക്തി പോയി, അത്രയേ ഉള്ളൂ. രണ്ടാമത് നിങ്ങൾക്ക് വളരെ മനോഹരമായിരിക്കുന്നൊരു ചിത്രം കാണാം. എന്താ മക്കളെ അത്? ഒരു അച്ചാച്ചൻ ഇങ്ങനെ വേദനിച്ചിരിക്കുകയാണ്. മാനസികമായിട്ട് ഒത്തിരി വേദനയുണ്ട്, ഒത്തിരി നിരാശയുണ്ട്. നോക്കൂ, അപ്പോൾ മദ്യം തകർക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ മാനസികാരോഗ്യം. മൂന്നാമത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഇത് ഇല്ലായ്മ ചെയ്യുന്നു. നാലാമത് എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും അരോചകത്വം, അരാജകത്വം ഇത് വിതയ്ക്കുന്നു, അസമാധാനം വിതയ്ക്കുന്നു. നഷ്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരമാണ് ഒരു മദ്യപിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. നോക്കൂ, ഇനി അങ്കിൾ മാജിക്കിലേക്ക് കടക്കുകയാണ്. മാജിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്കിൾ ഒരു വെല്ലുവിളി നടത്തുകയാണ്. എന്താ വെല്ലുവിളി എന്നറിയാമോ? ഈ മാജിക്കിൻ്റെ രഹസ്യം നിങ്ങൾ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചാൽ ഇവിടെ കാണിക്കുന്ന സകല മാജിക്കും അങ്കിൾ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ. അപ്പം മാജിക് പഠിക്കാൻ സന്തോഷമാണോ? കണ്ടുപിടിക്കാനുള്ള തീവ്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു ചിന്തയോടുകൂടി വേണം നിങ്ങൾ അങ്കിളിൻ്റെ മുമ്പിലിരിക്കാൻ. അപ്പോൾ അങ്കിൾ മാജിക്കിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക, ആദ്യം അങ്കിൾ പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അങ്കിൾ ഇത് അപ്രത്യക്ഷമാക്കുവാനായിട്ട് പോവുകയാണ്. നോക്കൂ, നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അങ്കിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഡൈ നിക്ഷേപിച്ചു. ഇനി അങ്കിൾ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പോൾ ഡൈ എവിടെയാണ് മക്കളെ? ഡൈ
ബോക്സിൻ്റെ ഉള്ളിലല്ലേ? അങ്കിൾ ശരിക്കും ഒരു മണ്ട ചോദ്യമാണ് ചോദിച്ചത്. ഏകദേശം ഒരു 100-500 കുഞ്ഞുങ്ങൾ 1000 കണ്ണുമായിട്ട് ഇങ്ങനെ എന്നെ ഉറ്റു നോക്കിയിരിക്കുമ്പോൾ ഈ 1000 വാട്ട്സ് ലൈറ്റിൻ്റെ മുമ്പിൽ നിന്നാണ് അങ്കിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തിട്ടത്? ഡൈ ഇട്ടത്. അതേ അങ്കിൾ തന്നെ ചോദിക്കുന്നു, എവിടെയാണ് ഡൈ എന്ന്. അങ്കിൾ ചോദിച്ചതിനൊരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? അങ്കിൾ ഇതിൻ്റെ 1ാമത്തെ ഡോർ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു. 1ാമത്തെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് കാണില്ല? ഇതിൻ്റെ ഉള്ളിൽ ഡൈ കാണില്ല. നോക്കുക, 2ാമത്തെ ഡോറും അങ്കിൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു. അപ്പോഴും ഇതിൻ്റെ മുമ്പിൽ എന്തില്ല? ഡൈ ഇല്ല. എന്താണ് ബാക്കിലില്ല. തുറക്കണോ? ഓക്കെ ഇരുന്നോ. ഞാൻ സമ്മതിച്ചു. എന്താണെന്നറിയാമോ സാറേ, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്തു. നേരത്തെ ഷാർലറ്റ് സാർ പറഞ്ഞ പോലെ ഷാരോൺ സഭയിൽ പോയി, IPC സഭയിൽ പോയി, അതുപോലെ തന്നെ ഇന്നലെ WOM-ൻ്റെ ഒരു സഭയിലായിരുന്നു തിരുവനന്തപുരത്ത്. ഇവിടെയൊക്കെ പോയിട്ടും ഇത്ര പെട്ടെന്ന് ഈ മാജിക് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു കാര്യം സത്യമാണ്, ഈ കുണ്ട്ര സെക്ഷനിലുള്ള പിള്ളേരെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ അപാര ബുദ്ധിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർ സുന്ദരന്മാർ മാത്രമല്ല, പകരം ഇവർ ആരാണെന്നറിയാമോ? ബൗദ്ധികമായിട്ട് വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷേ അങ്കിൾ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് നടത്തിയ, മക്കളെ നിങ്ങളിതിൻ്റെ സീക്രട്ട് ആരോടും പറയരുത്. പറയുമോ? പറയത്തില്ലെന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തുകയും. ഓക്കെ, പറയത്തില്ല. ഓക്കെ, നിങ്ങളെല്ലാം നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് മനസ്സിലായല്ലേ? ഇനിയും ബാക്കിലിരിക്കുന്ന അമ്മച്ചിമാർക്ക് ഒത്തിരി പേർക്ക് മനസ്സിലാകാനുണ്ട്. എന്താണെന്നറിയാമോ? അങ്കിളൊന്ന് പഠിപ്പിച്ചു തരാം. ഇടത് ഭാഗത്തേക്ക് ചരിക്കുമ്പോൾ ഇതിൻ്റെ വലത് ഡോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ തന്നെ ഇത് വലത് ഭാഗത്തേക്ക് ചരിക്കുമ്പോൾ ഇടത് ഡോറും ഓപ്പൺ ചെയ്യും. 2 ഡോറും ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ മക്കളെ? ഒരിക്കലുമില്ല. പക്ഷേ അങ്കിൾ ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ്. നോക്കൂ, ആദ്യം 1ാമത്തെ ഡോർ ഓപ്പൺ ചെയ്യും, അതിനുശേഷമേ 2ാമത്തെ ഡോർ ഓപ്പൺ ചെയ്യുകയുള്ളൂ. അതിനുശേഷം അങ്കിൾ എന്ത് ചെയ്യും? 3ാമത്തെ ഡോറും ഓപ്പൺ ചെയ്യും. ഏറ്റവും ഒടുവിലായിട്ട് അങ്കിൾ 4ാമത്തെ ഡോറും ഓപ്പൺ ചെയ്യും. 4 ഡോറും ഓപ്പൺ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ എന്ത് കാണില്ല? ഡൈ കാണില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സംശയമുണ്ടാകും, ഡൈ എവിടെ പോയി? മക്കളെ, ഡൈ മറ്റൊരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ഡൈ വളരെ സേഫായിട്ട് അങ്കിളുടെ കൈവശം തന്നെയുണ്ട്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ സെക്ഷനിൽ ഏറ്റവും മിടുക്കിയായിരിക്കുന്ന ഒരു ടീച്ചറുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ഒരു ടീച്ചർ മുന്നോട്ട് വരണം. ഒരു ടീച്ചർ പ്ലീസ് വളരെ പെട്ടെന്ന് മുന്നോട്ട് വരണം. നോക്കൂ, ഒരു കൂട്ടിന് 2 ടീച്ചേഴ്സിനെ കൂടി വിളിച്ചോളൂ, ഒരു കമ്പനിക്ക് വേണ്ടി. ഓക്കെ, ആരാണ്? 3 പേർ. വളരെ പെട്ടെന്ന് വേദിയിലേക്ക് വരിക. വളരെ പെട്ടെന്ന്, നമുക്ക് സമയമില്ല. ദൈവമേ, കുണ്ട്ര സെക്ഷൻ ഇങ്ങനാണോ? ഈ കുണ്ടറ സെക്ഷനിൽ മിടുക്കിയായിരിക്കുന്ന ഈ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ. ഒത്തിരി നാണക്കേടാട്ടോ. ഓക്കെ, ഇനി ഞാൻ 1-2 പേരെ പേര് വിളിക്കാം. മോളൊന്ന് വേദിയിലേക്ക് വരാമോ? ഓക്കെ, ഈ മോള് വേദിയിലേക്ക് വന്നോ? മോളൂടെ ഒന്ന് വരാമോ? ഓക്കെ, ടീച്ചർമാർ വരാൻ മടിക്കുന്ന സ്ഥാനത്ത് വേണ്ട കുഞ്ഞുങ്ങൾ, നല്ലൊരു ക്ലാപ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ, നല്ലൊരു ക്ലാപ്പ്. ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ പറയാം മക്കളെ, അടുത്തൊരു മാജിക്ക് കണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ മാജിക്ക് കണ്ടാൽ നമുക്ക് തെറ്റിദ്ധാരണ തോന്നിപ്പോവും. അങ്ങനെ ഒരു മാജിക്കാണ്. ഈ മാജിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ നിരിക്കുന്ന ടീച്ചറിൻ്റെയും ഈ 2 കുഞ്ഞുങ്ങളുടെയും മനസ്സങ്ങളൊന്ന് വായിക്കാൻ പോവുക. മനസ്സ് വായിക്കുന്നതിന് സന്തോഷമില്ലേ? ഓക്കെ, എന്നാൽ അവർക്ക് പേടിച്ചിരിക്കുക. മനസ്സ് വായിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റ് ഇവിടെ കേൾക്കാം എല്ലാവിടെയും. ഓക്കെ, പേടിക്കേണ്ട ടീച്ചറെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ടീച്ചർ ഒന്ന് മുന്നോട്ട് നിൽക്കാമോ? ഓക്കെ, എന്താ ടീച്ചറിൻ്റെ പേര്? ആലിമോൾ. ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 6 കളങ്ങൾ നിങ്ങൾക്ക് കാണാം. 6 കളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂടി വെച്ചിരിക്കുന്ന ഈ 3 കളങ്ങൾ അത് എൻ്റെയാണ്. താഴെയുള്ള ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന 3 കളങ്ങൾ അത് നിങ്ങളുടേതാണ്. ഓക്കെ, ടീച്ചർ ചെയ്യേണ്ട കാര്യം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി ചരിത്ര പുരുഷന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദുണ്ട്, ഏലിയാവുണ്ട്, എലീശയുണ്ട്, യോനയുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ചരിത്ര പുരുഷന്മാർ. ഈ ചരിത്ര പുരുഷന്മാരിൽ ആരെങ്കിലും ഒരാൾ, നോക്കൂ, ആയിരക്കണക്കിന് ചരിത്ര പുരുഷന്മാരിൽ ആരെങ്കിലും ഒരാളുടെ പേര് മനസ്സിൽ ചിന്തിക്കണം. ഒരാളുടെ പേര്. ഓക്കെ, ഒരാളുടെ പേര് മനസ്സിൽ ചിന്തിച്ചു. അത് മാത്രം മനസ്സിൽ ചിന്തിച്ചിട്ട് നന്നായിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുക. എന്ന് പറയുമ്പോൾ പേടിപ്പിക്കരുത്, പതുക്കെ നോക്കുക. ഓക്കെ, ശരി. ഈ മൈക്ക് ഒന്ന് പിടിക്കുമോ? ഓക്കെ, ഈ സമയത്ത് ആ മ്യൂസിക് ഇവിടെ നിട്ടാൽ നല്ലതായിരുന്നു. ഓക്കെ, വിളിട്ടോ.
വലുതായിട്ട് എഴുതിക്കൂ. ശ്രദ്ധിക്കുക മക്കളെ, ആനി ടീച്ചർ മനസ്സിൽ ചിന്തിച്ച കാര്യം ആദ്യം എഴുതിയതാരാ? അങ്കിടാ എഴുതിയതല്ലേ? ആരെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നേ? ദാവീദിനെ കുറിച്ചാണ്. നമുക്കറിയാം ദാവീദ് ആരായിരുന്നു? ഇസ്രയേലിൻ്റെ മധുര ഗായകനായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വിളിച്ച സംഗീതജ്ഞനും സംഗീതജ്ഞരെ വെച്ച് രാജാവുമായിരുന്ന ആരാണ്? സ്വാതി തിരുനാളെന്നാണ് നമ്മൾ പഠിച്ചതല്ലേ? പക്ഷേ ഇത് പൊട്ടത്തെറ്റ. വിശുദ്ധ വേദവസ്തം പറയുന്ന ആരാണ്? മധുര ഗായകനായിരിക്കുന്ന ദാവീദാണ് ആ വ്യക്തി. നോക്കൂ, ആദ്യം എഴുതിയത് ഞാൻ തന്നെയാണ് അല്ലേ? അടുത്തായിട്ട് മോളുടെ ഊഴമാണ്. മോളൊന്ന് മുന്നോട്ട് വരാമോ? എന്താ മോളുടെ പേര്? ഷെൽബി. ഷെൽബി ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കണം. എന്തിനാണ് ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി ഒരുപാട് ജീവജാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? പറവകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം പ്രാവിനെ കുറിച്ച് പറയുന്നു, കാക്കയെ കുറിച്ച് പറയുന്നുണ്ട്, കഴുകനെ കുറിച്ച് പറയുന്നുണ്ട്, ഒട്ടകപ്പക്ഷിയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് മനസ്സിലൊന്ന് ചിന്തിക്കുക, മനസ്സിൽ മാത്രം ചിന്തിക്കുക. അതിനുശേഷം മക്കളുടെ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഓക്കെ? നോക്കുക, ഷെൽബി മോൾ മനസ്സിൽ ചിന്തിച്ച എന്താണ്? മാൻ. വളരെ മനോഹരമായിരിക്കുന്ന മറ്റൊരു പേര് നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ടല്ലേ? എന്താ മോളുടെ പേര്? കെസിയ. കെസിയ മോൾ ഈ പുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വരുമ്പോൾ സ്റ്റോപ്പ് പറയണം. ഓക്കെ? സ്റ്റോപ്പ്. ഓക്കെ? ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക. ഇതിൻ്റെ ഉള്ളിൽ അങ്കിൾ ഒരു മാർക്കർ വെച്ചിട്ടുണ്ടല്ലേ? ആ മാർക്കർ വെച്ച ഭാഗത്തുള്ള ആ ഒരു പേജ് നമ്പർ ശ്രദ്ധിക്കണം, ആദ്യത്തെ വാക്കും ശ്രദ്ധിക്കണം. ഓക്കെ? ഒന്ന് ശ്രദ്ധിക്കുക, അടുത്തോട്ട് വന്നോളൂ. ആ പേജ് നമ്പരും ആദ്യത്തെ വാക്കും ശ്രദ്ധിച്ചോ? ആ ഒരു വാക്ക് മാത്രം മനസ്സിൽ ചിന്തിക്കുക. അതിനുശേഷം ഈ ഒരു ബുക്കൊന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ? അതിനുശേഷം മംഗൾ ആ വാക്കൊന്ന് എടുത്തത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. എല്ലാ പേജുകളും വ്യത്യസ്തമാണല്ലോ, എല്ലാ പേജുകളും വ്യത്യസ്തമാണ്. ഓക്കെ? ഇനി ആ ഒരു പേജ് മാത്രം, അതായത് മോള് കണ്ട ഏത് പേജാണോ ആ പേജിൻ്റെ ആദ്യത്തെ വാക്ക് ഇത് മനസ്സിൽ ചിന്തിക്കുക. ചിന്തിച്ചോ? ഓക്കെ. നോക്കുക, ഇവിടെ ഇവർ 3 പേരും മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ആദ്യം എഴുതിയത് ഞാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം എഴുതി മറച്ചു വെച്ചിരിക്കുന്ന കാര്യവും ഇവർ മനസ്സിൽ ചിന്തിച്ച കാര്യവും എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ഏറ്റവും ഒടുവിൽ നിന്ന് ചതഞ്ഞ മാൻ. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഞാനൊന്ന് ദാവീദ്. നോക്കുക, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു കാരണവശാലും ഒരു മനുഷ്യൻ്റെ മനസ്സ് വായിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തോടെ നോക്കൂ. ടീച്ചർ മാത്രം ഇവിടെ നിന്ന് ബാക്കി 2 പേരും പോയിക്കും. ഓക്കെ? വളരെ നന്ദി മക്കളെ, എന്നെ സഹായിച്ചതിൽ ഒത്തിരി സന്തോഷം. നോക്കുക, ഇനി ഇവിടെ ഒരു ചെറിയ 2 ബുക്കുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു ബുക്ക്, ടീച്ചർ ബുക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടോ? ബുക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടോ? ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബുക്കിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് പരിശോധിക്കാമോ? എല്ലാ ഭാഗവും ഒന്ന് പരിശോധിക്കണം. വ്യത്യസ്തമായിട്ടുള്ള ബുക്കാണോ? വ്യത്യസ്തമാണോ? എല്ലാ പേജുകളും വ്യത്യസ്തമാണോ? ഓക്കെ, പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കിയോ. എല്ലാ പേജുകളും വ്യത്യസ്തമാണല്ലേ? അങ്ങനെ എൻ്റെ ടീച്ചർ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് വരാമോ? കുറച്ചുകൂടെ ഒന്ന് അടുത്ത് വരാമോ? അടുത്ത് വന്നതിന് ശേഷം ടീച്ചർ ഏതെങ്കിലും ഒരു പേജ് നമ്പർ പറയണം. ആ നമ്പർ പറഞ്ഞതിന് ശേഷം ആ നമ്പറിൻ്റെ ആദ്യമുള്ള വാക്ക് ഞാൻ കാണാതെ പറയും. ഓക്കെ? ഒരിക്കലും ഏകദേശം 148 പേജുള്ള ഈ പുസ്തകത്തിൻ്റെ ഓരോ വാക്കും പഠിച്ചു വെക്കാൻ സാധ്യമല്ല. എങ്കിലും ഞാനൊരു ചെറിയ ശ്രമം നടത്തുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ വാക്ക് ഞാൻ കാണാതെ പറയും. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചെയ്യേണ്ടത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ്
തിരിഞ്ഞ് നിൽക്കുക, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പേജ് നമ്പർ മാത്രം എന്നോട് പറയുക. ഒരു കാരണവശാലും ആ ബുക്കിൻ്റെ ആ ആദ്യത്തെ വാക്ക് പറയരുത്. പറയാതെ തന്നെ തീർച്ചയായിട്ടും ഞാനത് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ തിരിഞ്ഞ് നോക്കാവൂ. ഓക്കെ? അങ്ങനെ ഞാനൊരു പേജ് നമ്പർ പറഞ്ഞോളൂ. തിരിഞ്ഞു നോക്കണ്ട. ഓക്കെ? 56-ാമത്തെ പേജ്. ടീച്ചറിൻ്റെ മനസ്സൊന്ന് വായിക്കാൻ ഞാനൊരു ശ്രമം നടത്തുകയാണ്. 56-ാമത്തെ പേജിൽ ആദ്യത്തെ വാക്കൊന്ന് മനസ്സിലൊന്ന് ചിന്തിക്കാമോ? 56-ാമത്തെ പേജിലെ ആദ്യത്തെ വാക്കൊന്ന് മനസ്സിൽ ചിന്തിക്കാമോ? ചിന്തിച്ചതിന് ശേഷം ടീച്ചർ എന്നെ ഒന്ന് നോക്കുക. ഞാനൊന്ന് മനസ്സ് വായിക്കാൻ ശ്രമിക്കട്ടെ. ഒത്തിരി പ്രയാസമാണെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒത്തിരി നാളത്തെ കഠിനാധ്വാനം ഇങ്ങനെ മനസ്സ് വായിക്കുവാൻ ആവശ്യമാണ്. ഞാനൊന്ന് പറയാം. നിശബ്ദതയുടെയും എന്നാണോ ടീച്ചറെ ആരംഭിക്കുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ക്ലാപ്പ് അങ്കിൾ തരാമോ? നല്ലൊരു ക്ലാപ്പ്. ഒരു പ്രാവശ്യം കൂടെ, ഒറ്റ പ്രാവശ്യം കൂടെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ടീച്ചറെ ഒരു പ്രാവശ്യം കൂടെ തിരിഞ്ഞ് നിൽക്കാം. ഒന്ന് തിരിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പേജ് കൂടെ സെലക്ട് ചെയ്യണം. ഒരു പേജ് കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ആ പേജ് നമ്പർ മാത്രം പറയുക. 88-ാമത്തെ പേജിൽ തിരിഞ്ഞു നോക്കണ്ട. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ തിരിഞ്ഞു നോക്കാവൂ. 88-ാമത്തെ പേജിൽ ആദ്യത്തെ വാക്ക് ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ വാക്ക് മാത്രം മനസ്സിൽ ചിന്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളയുക. 88-ാമത്തെ പേജിൽ ഇനി ടീച്ചർ എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഞാനൊന്ന് പറയട്ടെ. ഭയങ്കര പ്രയാസമാണ് ടീച്ചറുടെ മനസ്സ് വായിക്കാനെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. പട്ടണത്തിലെന്താണോ? അതെ, തീർച്ചയായിട്ടും നല്ലൊരു ക്ലാപ്പ് അങ്കിളിന് തരാമോ? നോക്കൂ, എത്ര പ്രയാസപ്പെട്ട അങ്കിൾ ടീച്ചറിൻ്റെ മനസ്സ് വായിച്ചത്. ശരിയല്ലേ? ശരിയാണോ മക്കളെ? ശരിക്കും ഇവിടെ ഒരു മാജിക്ക് നടന്നോ? ഇല്ല ടീച്ചർ, ഐ എം വെരി വെരി സോറി. ഇവിടെ ഒരു മാജിക്ക് നടന്നില്ല. പകരം അതുപോലുള്ളൊരു ബുക്ക് എൻ്റെയും കൈവശമുണ്ടായിരുന്നു. ഈ ഒരു ബുക്ക് നോക്കിയാണ് ഞാൻ ശരിക്കും ടീച്ചറിനെ ഇപ്രകാരം കബളിപ്പിച്ചായിരുന്നു. ഐ എം വെരി വെരി സോറി. ടീച്ചർ, ഇവിടെ ഒരു മാജിക്ക് നടന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ മക്കളെ? ഇവിടെ ഒരു മാജിക്ക് നടന്നിട്ടുണ്ടോ? ആര് പറഞ്ഞു മാജിക്ക് നടന്നിട്ടില്ലെന്ന്? അങ്കിളുടെ കയ്യിലുള്ള ബുക്ക് ടോട്ടലി എന്താണ്? MD ആണ്. MD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു വാക്ക് പോലുമില്ല, ഒരക്ഷരം പോലുമില്ല, ഒരു അക്കം പോലുമില്ല. നോക്കൂ, ഇത് ടോട്ടലി എന്താണ്? MD ആണ്. അപ്പോൾ ഈ മാജിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി സന്തോഷം മക്കളെ. നിങ്ങളോട് ഒരൊറ്റ മെസ്സേജ് മാത്രം പറഞ്ഞതിന് ശേഷം, ഒരേ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം തൽക്കാലം ഈ മാജിക് ഷോ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം എനിക്ക് തന്ന സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം മാജിക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്കറിയാം. ഒത്തിരി മാജിക്കൽ ഇവിടെ അവശേഷിക്കുന്നു എന്ന് ഞാനും മനസ്സിലാക്കുന്നു. പക്ഷേ ഐ എം വെരി വെരി സോറി. നമുക്ക് സമയം കൂടുതൽ എടുക്കുവാനായിട്ടില്ലല്ലോ. നോക്കൂ, നിങ്ങളോട് അങ്കിൾ ഒരു കാര്യം മാത്രം പറയാം. മോനെ അവിടെ ഇരുന്നോ? എല്ലാവരും അവിടെ ഇരുന്നോ? ഓക്കെ. അങ്കിൾ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കോളേജ് ക്യാമ്പസുകളിലേക്ക് പോകുന്നവരാ, ശരിയല്ലേ? സ്കൂൾ ക്യാമ്പസുകളിലേക്ക് പോകുന്നവരാ. മോനെ അവിടെ ഇരുന്നോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. നിങ്ങളറിയാതെ നിങ്ങളുടെ സ്കൂളിന് ചുറ്റും എന്തുണ്ടെന്നറിയാമോ? ലഹരി മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ലഹരിക്ക് അടിമയാക്കുവാനുള്ള ഒരു വലിയ ടീം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അപരിചിതരായിരിക്കുന്ന ആരെങ്കിലും ഒരു മിഠായി, ഒരു പക്ഷേ അത് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ, നല്ല രസമുള്ള മിഠായി ആയിരിക്കാം. പക്ഷേ അപരിചിതരാരെങ്കിലും മിഠായി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങി കഴിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ ഒരു പക്ഷേ അത് കാണാൻ വളരെ രസമുള്ളതായിരിക്കാം, ഒരിക്കലും വാങ്ങി കഴിക്കരുത്. അങ്കിൾ പറയുന്നതിന് കാരണമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. അങ്കിൾ പറയുന്നതിന് കാരണമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ, നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് MDMA എന്ന് പറയുന്ന മാരക സിന്തറ്റിക് ലഹരിയുടെ കരിയറായി വർദ്ധിച്ചത്. എങ്ങനെ അവൾ ആ ട്രാക്കറ്റിൽ വന്ന് പെട്ടതെന്നറിയാമോ? അവൾക്ക് ആദ്യം ഒരു മിഠായി ഫ്രീ ആയിട്ട് കൊടുത്തു. 2ാമത്തെ ദിവസം അവളുടെ ശരീരം ആവശ്യപ്പെട്ടു മിഠായി വേണമെന്ന്. പക്ഷേ അപ്പോൾ പണം ആവശ്യപ്പെട്ടു. എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ അവളോട് ആവശ്യപ്പെട്ടത്, നീ പണം ചെലവാക്കണം, പകരം എന്ത് ചെയ്യണം? ഈ മിഠായി മറ്റുള്ളവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. നോക്കൂ, 8ാം ക്ലാസ് വിദ്യാർത്ഥി മാത്രമല്ല, പിന്നെയും വാർത്തകളിൽ വന്ന് നമ്മളെ ഞെട്ടിപ്പിച്ച, നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ഇപ്രകാരം ഈ ഒരു ലഹരി മാഫിയയുടെ കരിയറായി വർദ്ധിക്കുന്നുണ്ട്. മക്കളെ, ചണ്ണപ്പേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ സ്കൂളിൽ പ്രോഗ്രാം നടത്താനാണ് പോയത്. അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? മോൻ എത്ര വയസ്സുണ്ട് മോനെ?
9 വയസ്സുണ്ട് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത്ര സുന്ദരനല്ല അവൻ. ഒരു കുഞ്ഞ് നോക്കൂ, അവൻ എന്താ ചെയ്തതെന്നറിയാമോ? ആ ടീച്ചേഴ്സ് അവനെ ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവൻ ചെയ്ത കാര്യം, ഓരോ ദിവസവും അവൻ സ്കൂളിലിരിക്കുമ്പോൾ വളരെ മയങ്ങിയും ഉറങ്ങിയുമൊക്കെ അവൻ ഇരിക്കുന്നത്. കാരണം അന്വേഷിച്ചു. ഒരു ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസവും അതേ രീതിയിലായിരിക്കുന്നത്. കാരണം ഇവൻ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്ന വഴി തലേ ദിവസം അവിടെയുള്ള ചേട്ടന്മാർ മദ്യക്കുപ്പിയിൽ നിന്നും മദ്യസേവ നടത്തി ഇങ്ങനെ മാറ്റിയിട്ടിരുന്ന കുപ്പികളുടെ അടിവശമിരുന്ന തുള്ളി തുള്ളി ശേഖരിച്ച് കുടിച്ചിട്ടാണ് ഇവൻ സ്കൂളിലേക്ക് വരുന്നത്. മക്കളെ, അഡിക്കെന്ന് പറയുന്ന സംഘടന, ആൽക്കഹോൾ ഡ്രഗ് ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ പഠനം തെളിയിക്കുന്ന എന്താണെന്നറിയാമോ? ഇന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, അതായത് 12 വയസ്സുള്ള കുഞ്ഞ് ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയാണ്. മക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലെ ആദ്യത്തെ മദ്യാസക്ത ചികിത്സാ കേന്ദ്രം പാലയിലാണ്. അവിടെ അങ്കിൾ പോകാൻ ദൈവം അവസരമൊരുക്കി. അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം അങ്കിൾ മനസ്സിലായി. അവിടെ വന്ന കുഞ്ഞുങ്ങൾ ഏകദേശം 19ഉം 20ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഒറ്റയടിക്ക് മദ്യപന്മാർ ആകുമെന്ന് ചിന്തിച്ച് മദ്യസേവ തുടങ്ങിയവരല്ല. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? നോക്കൂ, ഇവിടെ അങ്കിൾ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഒരു മദ്യക്കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ക്ഷമിക്കണം, ഇത് മദ്യക്കുപ്പിയല്ല. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിന്തിക്കുകയാണ്, സഭയിൽ എന്തിനാ മദ്യക്കുപ്പി കൊണ്ടുവന്നേ? ഇത് നല്ല 1ാം തരം തേയിലവെള്ളമാണ്, അതിൻ്റെ അകത്ത് ഇച്ചിരി കാപ്പി കൂടെ ഞാൻ ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ കാപ്പിയുടെ ഒരു മിശ്രിതമാണ്. കുഞ്ഞുങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇതൊന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മക്കളെ, ഈ മദ്യം നോക്കൂ, അഡാട്ടിൽ വന്ന ഈ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ചെറിയ തുടക്കങ്ങൾ. നോക്കൂ, ഒരൊറ്റ പെഗ്ഗിൽ ആരംഭിച്ചത് അവർ മദ്യപാനം. ഒരൊറ്റ പെഗ്ഗിൽ അവർ മദ്യപാനം ആരംഭിച്ചു. നോക്കൂ, ഒരു രസത്തിന്, വാടാ നമ്മളൊക്കെ ആണുങ്ങളല്ലേ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയില്ലെങ്കിൽ അതൊരബദ്ധമല്ലേ, ജീവിതമല്ലേ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മദ്യസേവ ആരംഭിച്ചു. നോക്കൂ, ഒരു പെഗ്ഗിൽ നിന്ന് പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു പെഗ്ഗിൽ നിന്ന് പിന്നെ ആ മദ്യപാനശീലം വളർന്നു. 2 പെഗ്ഗിലേക്ക് മാറി. 2 പെഗ്ഗിലും അവസാനിച്ചില്ല. 2 പെഗ്ഗിൽ നിന്ന് ഈ മദ്യപാനശീലം പിന്നെയും വളരുകയായി. ഒരു പെഗ്ഗിൽ ആരംഭിച്ച ശീലമാണ് 2 പെഗ്ഗായി, പിന്നെ 3 പെഗ്ഗിലേക്ക് മാറി. ഒരു കാര്യം മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചെറിയ തുടക്കമായിരുന്നു, ഒരു കൊച്ചു തുടക്കമായിരുന്നു. ചെറിയൊരു തുടക്കം അത് എങ്ങനെയായിട്ട് മാറി? വലിയ വലിയ ശീലങ്ങളിലേക്ക് വന്നു. അവിടെ ആ വലിയ ശീലങ്ങളിൽ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെയായിട്ട് മാറുന്നു എന്നറിയാമോ? പിന്നെ ഇത് കുപ്പികളിലേക്ക് മാറുകയാണ്. കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ. നോക്കൂ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഈ ഒരു പെഗ്ഗിൽ ആരംഭിച്ച ശീലം, ഒരേ ഒരു പെഗ്ഗിൽ ആരംഭിച്ച ശീലം വർദ്ധിച്ച് 2 പെഗ്ഗായി, 3 പെഗ്ഗായി, പിന്നെ ഇത് കുപ്പികളിലേക്ക് മാറുന്നു. കുപ്പികളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കുപ്പിയായി, 2 കുപ്പിയായി, 3 കുപ്പിയായി, 4 കുപ്പിയായി, 5 കുപ്പിയായി, 6 കുപ്പിയായി, 7 കുപ്പിയായി, 8 കുപ്പിയായി, 9 കുപ്പിയായി. ഇങ്ങനെ കുപ്പികൾ അവസാനിക്കുന്നില്ല. അവൻ്റെ പോക്കറ്റിലെ പണവും കാലിയെ. നോക്കൂ, ഒത്തിരി കുപ്പികൾ, ഒത്തിരി ദുശീലകൾ, ജീവിതത്തിൽ നഷ്ടം തന്നെ സംഭവിക്കുകയാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, 2024 ഡിസംബർ മാസം 1-ാം തീയതി അങ്കിൾ മാജിക് അവതരിപ്പിക്കാനായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോയി. കേരള എയ്ഡ്സ് കൺട്രോൾ ബോർഡിന് വേണ്ടിയാണ് അങ്കിൾ ഇവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ട് കടന്നു പോയത്. ഒരു കാര്യം സത്യമാണ്, അവിടെയുള്ള സ്നേഹിതന്മാർ ഒത്തിരി പേരെ, നമ്മുടെ കെവിനെ കൊന്നയാളിനെയൊക്കെ എനിക്ക് ഇവിടെ വെച്ച് കാണുവാനിടയായിത്തീർന്നു. നമ്മുടെ കെവിൻ എന്ന് പറയുന്ന ഏറ്റുമാനൂരിൽ നിന്നുള്ള ആ ഒരു സഹോദരനെ കൊന്ന വ്യക്തി. ഒരു കാര്യം സത്യമാണ്, ഒരിക്കൽ ഒരു തമാശയ്ക്ക് തുടങ്ങിയ ശീലം അവരെ എവിടെ വരെ കൊണ്ടെത്തിച്ചു? സെൻട്രൽ ജയിൽ വരെ, പൂജപ്പുര സെൻട്രൽ ജയിൽ വരെ. ഒരു കാര്യം നിങ്ങളോട് പറയാം, ഒരു പക്ഷേ ഒരൊറ്റ പെഗ്ഗിൽ ആരംഭിക്കുന്ന ശീലം, അല്ലെങ്കിൽ ഒരു നുള്ളു മയക്കുമരുന്നിൽ ആരംഭിക്കുന്ന ശീലം നിങ്ങളെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന അറിയാമോ? വലിയ രോഗിയാക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കൊലപാതകയാക്കി തീർക്കും. ഒരു കാര്യം നിങ്ങളോട് സ്നേഹത്തോടെ ഞങ്ങൾ ഓർപ്പിച്ചു തരാം. അങ്കിളുടെ കയ്യിൽ ഇതാ ഒരു ചെറിയ പാത്രമുണ്ട്. ചെറിയ പാത്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ്. ഈ ഒരു പാത്രം നോക്കുക, പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വരെ കൊണ്ടുവരാൻ അങ്കിൾ ഒത്തിരി പാടുപെട്ടു എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായിട്ടുള്ളൊരു കവർ അങ്കിൾ ഉപയോഗിച്ചു. അതിനുശേഷം വലിയൊരു ബാഗിലേക്ക് ഇത് വെച്ചു. ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുവന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇത് വളരെ നൈസാണ് മക്കളെ. ഇതുപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ, ഒത്തിരി പ്രീഷ്യസ് ആണ്. നോക്കൂ, ഒത്തിരി വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്നതായി ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതം ഒന്ന് കൈവിട്ട് പോയാൽ, അല്ലെങ്കിൽ ചെറിയൊരു അശ്രദ്ധ കാണിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ജീവിതം തവിട് പൊടിയാകും. നോക്കൂ, അങ്കിൾ ആദ്യം ഒരിക്കൽ കൂടെ പറയട്ടെ, ഷാർലറ്റ് സാറ് പറഞ്ഞ കാര്യം, നോ പറയാനുള്ള ആർജവത്വം ഉണ്ടാകണം. നിങ്ങൾ ആരാണെന്ന് ബോധ്യമുണ്ടാകണം. നിങ്ങൾ ആരാണ്?
യേശുവിൻ്റെ മക്കളാ അല്ലേ? യേശുവിൻ്റെ സ്ഥാനാപതികളാ. നോക്കൂ, അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടവരാണ്. മാത്രമല്ല ഒരു സഭയുടെ പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു നേരം ഒന്നായി കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഒരു നുള്ളു സിന്തറ്റിക് ലഹരിയോ അല്ലെങ്കിൽ മറ്റു മദ്യമോ ഒന്നും ഉപയോഗിക്കരുത്. നിങ്ങളുടെ ജീവിതം ഏറ്റവും പ്രീഷ്യസാണ്, വിലപ്പെട്ടതാണ്. ഒരിക്കലും ഇത് തച്ചുടച്ച് കളയരുത്. അതുകൊണ്ട് ഈ ശൂന്യമായ ജീവിതത്തിൽ നിങ്ങൾ ആരെ നിക്ഷേപിക്കണമെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ നിക്ഷേപിക്കണം. നോക്കൂ, നിങ്ങളുടെ ലഹരി ഏതാകണം? സ്നേഹമാകണം നിങ്ങളുടെ ലഹരി. നിങ്ങളുടെ ലഹരി ഏതാകണം? പഠനമാകണം നിങ്ങളുടെ ലഹരി. നിങ്ങളുടെ ലഹരി ഏതാകണം? അനുസരണമാകണം നിങ്ങളുടെ ലഹരി. ഇങ്ങനെ നിങ്ങളുടെ ലഹരി സ്നേഹമാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ലഹരി അനുസരണമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ ശൂന്യമാകത്തില്ല. പകരം എങ്ങനാകുമെന്നറിയാമോ? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ നിങ്ങൾ കണ്ടില്ലേ? ഗുണമുള്ള, മണമുള്ള, നിറമുള്ള പൂക്കളെ പോലെ നിങ്ങൾ ഈ രീതിയിലേക്ക് മാറുവാൻ സർവശക്തൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അങ്കിൾ വിട പറയുന്നു. ഇപ്രകാരം മനോഹരമായി വേദി അങ്കിൾ വേണ്ടി ഒരുക്കി തന്ന ഈ കുണ്ട്ര സെക്ഷൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. മെസ്സേജ് അധികം ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഓരോ പ്രോഗ്രാമിനും ഞങ്ങൾ മെസ്സേജിൻ്റെ അകമ്പടിയോടെയാണ് പറയുന്നത്. എന്നാൽ ഒത്തിരി അരമണിക്കൂറോളം താമസമാണ് എൻ്റെ സെക്ഷൻ ആരംഭിച്ചത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന മേഖലയിലൂടെ കടന്നുപോയി എന്ന് മാത്രം. നിങ്ങൾക്ക് തുറന്നുള്ള സമയങ്ങളിൽ ജീവനുറ്റ നല്ല ഈടുറ്റ ക്ലാസ്സുകളൊക്കെ ലഭിക്കും. അതൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഇപ്രകാരം ഇവിടെ അവസരം തന്ന ഈ സെക്ഷൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരങ്ങൾ തട്ടി അങ്കിളിനെ ഒന്ന് അനുമോദിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായി നമ്മുടെ ഈ മാജിക് സെക്ഷൻ പ്രിയ അങ്കിള് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. സ്നേഹവാനായ ദൈവമേ, സ്വർഗപിതാവേ, ഹല്ലേലൂയ കർത്താവേ. കുണ്ട്ര സെക്ഷൻ്റെ ആഭിമുഖ്യത്തിൽ CA സൺഡേ സ്കൂളിൻ്റെ ഈ ക്യാമ്പ് ഇവിടെ അനുഗ്രഹപ്രദമായി നടക്കുവാന്നൊക്കെ സ്വർഗത്തിൽ സഹായിച്ചു. അതിന് കർത്താവേ ഹല്ലേലൂയ ദൈവദാസന്മാരുടെ മനസ്സിൽ കർത്താവേ അതിന് കർത്താവേ പ്രേരണ കൊടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ നടന്ന എല്ലാ സെക്ഷനിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ തക്കോണം സ്വർഗത്തിൽ സഹായിച്ചു. യുവാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രയോജനകരമായ ക്ലാസ്സുകൾ നയിപ്പാൻ തക്കോണം സ്വർഗത്തെ ദൈവം ദാസന്മാരെ ഉപയോഗിച്ചു. ഇപ്പോഴേ ഇവിടെ നടന്ന ഈ മാജിക് ഷോയിലൂടെയും ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുവാൻ തക്കോണം സ്വർഗത്തെ സഹായിച്ചു. ഇവിടെ കേട്ടതും ശ്രദ്ധിച്ചതുമായ ഓരോ പ്രോഗ്രാമുകളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് കർത്താവെ തുടർന്നുള്ള ജീവിതത്തിൽ അവരുടെ ജീവിതം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി കൊണ്ടുപോകുവാൻ തക്കോണം അവരെ മയക്കുമരുന്നിനും മദ്യത്തിനും എതിരായി ആയിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിപ്പാൻ തക്കോണം പ്രാപ്തരാക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സെക്ഷനുകളും ദൈവം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടമയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.